ഡോഗ്സ് വീട്ടിലുണ്ടെങ്കിൽ കരുതി വെക്കേണ്ട 5 ഫസ്റ്റ് എയ്ഡ് ഐറ്റംസ്. ഒന്ന്, ഒരു ആൻറ്റിസെപ്റ്റിക് സ്പ്രേ അല്ലെങ്കിൽ ക്രീം. ബിറ്റാഡിനോ അല്ലെങ്കിൽ ക്ലോറക്സിഡിനോ നമ്മൾ വാങ്ങിച്ചു വെക്കണം. ഇവർക്ക് വൂൺസോ കട്ട്സൊക്കെ വരുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് വൺ, സ്റ്റെറിലൈസ്ഡ് ഗോസ് പാഡ് ആൻഡ് ബാൻഡേജ്. അതായത് നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അത് കെട്ടിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും. തേർഡ് വൺ, മസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ആദ്യം തന്നെ ഡോഗ്സിൻ്റെ വായിൽ ഒരു മാസ്ക് ഇട്ട് കൊടുക്കില്ല, അതിനാണ് പറയുന്നത്. ഇത് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഇവർ സ്വീറ്റ് ആയിട്ടുള്ള ആളുകളാണ്, ഇവർ നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ ഇവർ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ബിഹേവ് ചെയ്തേക്കാം. കാരണം ഇവർക്ക് ഇറിറ്റേഷനോ പെയിനോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിലൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പം അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു മാസ്ക് എപ്പോഴും വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. ഫോർത്ത് വൺ, തെർമോമീറ്റർ ആണ്. ഇവർ ഫുഡ് കഴിക്കുന്നില്ല, ഇവർ ഒട്ടും ആക്റ്റീവ് അല്ല, അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഇവരുടെ ടെമ്പറേച്ചർ നോക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫീവർ വന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഈ തെർമോമീറ്റർ. ആൻഡ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് സെലൈൻ സൊല്യൂഷൻ ആണ്. അതുണ്ടെങ്കിൽ അവരുടെ വൂൺസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നോർമൽ വാട്ടറിനേക്കാളും എന്തുകൊണ്ടും നല്ലത് സെലൈൻ വാട്ടർ ആണ്. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ വീട്ടിൽ കരുതി വെക്കുന്നത് ഇവരുടെ സേഫ്റ്റിക്ക് നല്ലതാണ്.